ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് 24 ബ്രേക്കിംഗ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയും എലത്തൂരും ഘടകകക്ഷികളിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. മുല്ലപ്പള്ളി രാമചന്ദ്രന് വേണ്ടി പേരാമ്പ്ര സീറ്റ് എന്ന നിലയിലാണ് ചർച്ചകൾ. മുസ്ലിം ലീഗാണ് കഴിഞ്ഞ തവണ പേരാമ്പ്രയിൽ മത്സരിച്ചത്. UDF-ൽ മാണി സി കാപ്പന്റെ പാർട്ടിക്കായിരുന്നു കഴിഞ്ഞ തവണ എലത്തൂർ നൽകിയത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, പല സീറ്റുകളും വെച്ചുമാറുമെന്ന ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. UDF-ൽ മുസ്ലിം ലീഗും അത്തരം ആവശ്യങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇപ്പോൾ ഈ നീക്കം അത് ഏത് പശ്ചാത്തലത്തിലാണ്? എന്താണ് വിവരങ്ങൾ? പ്രജിൻസി കണ്ണൻ, രണ്ടു കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിപ്പിക്കണം എന്നത് നേരത്തെ തന്നെ കോൺഗ്രസിനകത്തുള്ള ചർച്ചയാണ്. അതായത് ഘടകകക്ഷികൾ മത്സരിച്ച് സീറ്റുകൾ നഷ്ടപ്പെടുത്തരുത്, വിജയസാധ്യത പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കണം കൂടുതൽ സീറ്റുകളിൽ എന്നുള്ളതായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റിലാണ് നോട്ടം വെച്ചിരിക്കുന്നത്. അതിലൊന്ന് എലത്തൂരാണ്. എലത്തൂർ മന്ത്രി AK ശശീന്ദ്രൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് NCP-K, അതായത് മാണി സി കാപ്പൻ നേതൃത്വം നൽകുന്ന NCP വിഭാഗത്തിനായിരുന്നു കൊടുത്തത്. അതിൽ സുൽഫിക്കർ മയൂരിയായിരുന്നു മത്സരിച്ചിരുന്നത്. മന്ത്രിക്ക്, അന്നും അദ്ദേഹം സിറ്റിംഗ് മന്ത്രിയായിരുന്നു, മന്ത്രിക്കെതിരെ അവിടെ മത്സരിച്ചത്. എന്നാൽ ആ മണ്ഡലം NCP-ക്ക് നൽകേണ്ടതില്ല, NCP-Kക്ക് മാണി സി കാപ്പന് നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അത് KPCC നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു. എലത്തൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊന്ന് ഏറ്റവും നിർണായകം പേരാമ്പ്രയാണ്. പേരാമ്പ്ര കുറേ കാലമായി ലീഗിൻ്റെ കയ്യിലാണ്. ലീഗിൻ്റെ കയ്യിലുള്ള പേരാമ്പ്ര മണ്ഡലം കോൺഗ്രസിന് വേണമെന്ന ആവശ്യമുയർത്തി ലീഗുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പറയുന്ന കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രന് മത്സരിക്കണം, മുല്ലപ്പള്ളിയെ ഇട്ടാൽ പേരാമ്പ്ര തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ മണ്ഡലമാണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് വരികയും അതിലൂടെ വിജയിക്കുകയും ചെയ്യണമെങ്കിൽ മുല്ലപ്പള്ളി മത്സരിക്കണം. ലീഗ് മത്സരിച്ചിട്ട് കാര്യമില്ല, കോൺഗ്രസിന് ആ സീറ്റ് കിട്ടണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഫലത്തിൽ കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റ്, 13 മണ്ഡലങ്ങളാണ് ആകെ. അതിൽ 2 സീറ്റുകൾ UDF-ൽ കോൺഗ്രസിന് അധികം കിട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. അതൊന്ന് NCP-Kയുടെ എലത്തൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക, അത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പേരാമ്പ്രയിൽ മുല്ലപ്പള്ളിയുടെ പേരിൽ ലീഗിന്റെ മണ്ഡലം കൂടി തിരിച്ചെടുക്കുക എന്ന തന്ത്രത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.